ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് CRT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ് മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. മേശപ്പുറത്ത് വീതിയുള്ള മരസ്കെയിൽ കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിൽ വെച്ചു. അതിനു മുകളിൽ 8ആയി മടക്കിയ ന്യൂസ് പേപ്പർ വെച്ചു. പേപ്പർ എങ്ങനെയാ 8ആയിട്ട് മടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കുട്ടിയെ വിളിച്ച് സ്കെയിലിന്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്ത് കൈകൊണ്ട് പെട്ടെന്ന് അമർത്താൻ ആവശ്യപ്പെട്ടു. കുട്ടി അങ്ങനെ ചെയ്തപ്പോൾ പേപ്പർ താഴെ വീണു. അതിനുശേഷം അദ്ദേഹം സ്കെയിലിന് മുകളിൽ പേപ്പർ എന്ത് ചെയ്തു? മേശപ്പുറത്ത് നിവർത്തി വെക്കുകയാണ് ചെയ്തത്. നിവർത്തി വെച്ചു. വീണ്ടും പഴയതുപോലെ സ്കെയിലിന് മുകളിൽ പെട്ടെന്ന് അമർത്താൻ കുട്ടിയോട് ആവശ്യപ്പെട്ടു. പേപ്പർ ഉയർത്തി മാറ്റാനോ താഴെ വീഴ്ത്താനോ കഴിഞ്ഞില്ല. ഇവിടെ പേപ്പർ 8ആയിട്ട് മടക്കി വെച്ചപ്പോൾ പേപ്പർ എന്ത് ചെയ്തു? താഴെ വീഴുന്നുണ്ട്. സ്കെയിലിൽ തട്ടുമ്പോൾ പേപ്പർ താഴെ വീഴുന്നുണ്ട്. എന്നാൽ ആ പേപ്പർ നിവർത്തിയതാ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ നിവർത്തി വെച്ചപ്പോൾ സ്കെയിലിൽ തട്ടിയിട്ട് എന്ത് സംഭവിച്ചു? അത് ഉയർത്തി മാറ്റാനോ താഴെ വീഴ്ത്താനോ കഴിഞ്ഞില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അതിനു മുന്നേ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ചുറ്റിലും എന്തുണ്ട്? വായു ഉണ്ട് അല്ലേ? നമുക്ക് ചുറ്റിലും വായു ഉണ്ട്. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. വായുവിന് ഭാരമുണ്ട്. ഭൂമിക്ക് മുകളിൽ കിലോമീറ്ററോളം ഉയരത്തിൽ വായു ഉണ്ട്. മുകളിലുള്ള വായുവിന്റെ ഭാരം മൂലം താഴെത്തട്ടിലുള്ള വായു തിങ്ങി ഞെരുങ്ങി സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ്പെരിമെന്റിനെ കുറിച്ച് നോക്കാം. രണ്ടാമത്തെ സന്ദർഭത്തില് പേപ്പർ ഉയരാഞ്ഞതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം, വായുവിന് ബലം പ്രയോഗിക്കാൻ കഴിയും. ഓക്കെ, മേശയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്കെയിലിന്റെ ഭാഗത്ത് രണ്ട് സന്ദർഭങ്ങളിലും പെട്ടെന്നാണ് ബലം പ്രയോഗിച്ചത്. രണ്ടാമത്തെ സന്ദർഭത്തിൽ പേപ്പർ മേശപ്പുറത്ത് പരന്നിരിക്കുകയാണ്. സ്കെയിലിന്റെ ഒരറ്റത്ത് തട്ടുമ്പോൾ സ്കെയിലിന്റെ മറ്റേ അഗ്രവും അതിനു മുകൾ ഭാഗത്തെ പേപ്പറും പെട്ടെന്ന് ഉയരുന്നു. എന്താ പറയുന്നേ? രണ്ടാമത്തെ സന്ദർഭത്തിൽ എന്താ സംഭവിക്കുന്നത്? പേപ്പർ എങ്ങനെയാ വെച്ചേക്കുന്നത്? മേശപ്പുറത്ത് പരന്നായിരിക്കുന്നത് അല്ലെ? നിവർത്തി വെച്ചിരിക്കുകയാണ്. സ്കെയിലിന്റെ ഒരറ്റത്ത് തട്ടുമ്പോൾ സ്കെയിലിന്റെ മറ്റേ അഗ്രവും അതിന് മുകൾ ഭാഗത്തെ പേപ്പറും പെട്ടെന്ന് ഉയരുന്നു. തൽഫലമായി പേപ്പറിനും മേശയ്ക്കുമിടയിൽ വായുവിന്റെ അളവ് കുറയുന്നു. ഈ ഭാഗത്തേക്ക് പേപ്പറിന് മുകൾ പരപ്പിലെ വായു തള്ളുന്നതാണ് പേപ്പർ പൊങ്ങിപ്പോകാതിരിക്കുന്നതിനും ഉയരാൻ തുടങ്ങിയ പേപ്പർ താഴ്ന്ന പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിനും കാരണമാകുന്നത്. ഓക്കെ, നമുക്ക് ചുറ്റും എല്ലായിടത്തും വായു ഉണ്ട്. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വായുവിന് ഭാരമുണ്ട്. അന്തരീക്ഷ വായു പേപ്പറിൽ ബലം പ്രയോഗിക്കുന്നു. നോക്കിക്കേ, മുന്നോട്ട് പിന്നോട്ട്. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. എന്താണ്? ഒരു സിറിഞ്ചിന്റെ സൂചി നീക്കം ചെയ്ത ശേഷം പിസ്റ്റൺ പിറകിലേക്ക് വലിച്ചും ഉള്ളിലേക്ക് തള്ളിയും പ്രവർത്തിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമർത്തി വെച്ച പിസ്റ്റൺ പിറകിലേക്ക് വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സിറിഞ്ചിന്റെ ബാരലിനകത്തേക്ക് എന്ത് കയറുന്നുണ്ട്? അന്തരീക്ഷ വായു തള്ളി കയറുന്നുണ്ട്. പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തുമ്പോൾ എന്ത് സംഭവിക്കും? ബാരലിനകത്ത് കയറിയ വായു പുറത്തേക്ക് പോകുന്നു. ഓക്കെ, നമ്മുടെ കയ്യിലൊക്കെ ഒരു സിറിഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കൂടുതലും ചെയ്യുന്നത് എന്താണ്? വെള്ളം ഇതിലേക്ക് നിറച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിത് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ചന്ദനത്തിരി കത്തിച്ചു വെക്കണം. അപ്പോൾ ചന്ദനത്തിരിയുടെ പുകയ്ക്കുള്ളിൽ സിറിഞ്ചിന്റെ തുറന്ന ഭാഗം ചേർത്ത് വെച്ച് പിസ്റ്റൺ പിന്നിലേക്ക് വലിക്കണം. അപ്പോൾ പുക എന്ത് ചെയ്യും? അകത്തേക്ക് കയറും. അപ്പം നമുക്ക് വായു ഉള്ളിലേക്ക് കയറുന്നത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. എന്താണ്? നമ്മളൊരു സിറിഞ്ച് എടുക്കുക. സിറിഞ്ച് എടുത്ത ശേഷം എന്ത് ചെയ്യണം? പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തി വെക്കണം. പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തി വെക്കണം. അതിനുശേഷം നമ്മൾ സിറിഞ്ചിന്റെ തുറന്നിരിക്കുന്ന ഭാഗം നമ്മൾ വിരലുകൾ കൊണ്ട് അടയ്ക്കണം. വിരലുകൊണ്ട് എന്ത് ചെയ്യണം? അടയ്ക്കണം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? വിരൽ കൊണ്ട് അടച്ച ശേഷം പിസ്റ്റൺ ബാക്കിലേക്ക് വലിക്കണം. പിസ്റ്റൺ ബാക്കിലേക്ക് വലിച്ച ശേഷം നമ്മൾ കൈവിടണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പിസ്റ്റൺ ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ സിറിഞ്ച് എടുത്ത ശേഷം എന്ത് ചെയ്യണം? പിസ്റ്റൺ ബാക്കിലേക്ക് വലിച്ചു പിടിക്കണം. പിസ്റ്റൺ ബാക്കിലേക്ക് വലിച്ചു പിടിച്ച ശേഷം നമ്മൾ നമ്മുടെ വിരൽ കൊണ്ട് തുറന്നിരിക്കുന്ന ഭാഗം ക്ലോസ് ചെയ്യണം. സിറിഞ്ചിന്റെ തുറന്നിരിക്കുന്ന ഭാഗം ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ പിസ്റ്റൺ ഉള്ളിലേക്ക് അമർത്തണം.
അപ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഉള്ളിലേക്ക് നമ്മൾ അമർത്തിയ ശേഷം നമ്മൾ നമ്മുടെ കൈ വിടണം. അപ്പോൾ ഇത് വീണ്ടും ബാക്കിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എന്താ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പിസ്റ്റൺ വലിക്കുമ്പോഴും തള്ളുമ്പോഴും നമ്മൾ അവിടെ ബലം പ്രയോഗിക്കുന്നുണ്ടല്ലേ? നമ്മൾ ബലം പ്രയോഗിക്കാതെ തന്നെ നമ്മൾ കൈ വിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? പിസ്റ്റൺ ആദ്യം അകത്തേക്ക് പോയല്ലേ? പിന്നീട് എന്ത് ചെയ്തു? അടുത്ത എക്സ്പെരിമെന്റിൽ പിസ്റ്റൺ പുറത്തേക്ക് നീങ്ങുന്നതായിട്ടും കാണപ്പെട്ടു. പിസ്റ്റണിൽ പ്രയോഗിക്കപ്പെട്ട ബലം ഏതാ? അവിടെ വായു ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ വായുവിന് ബലം പ്രയോഗിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാ? വായുവിന് ഭാരമുണ്ട്. അത് കിലോമീറ്ററുകളോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. മുകളിലുള്ള വായുവിന്റെ ഭാരം മൂലം അടിത്തട്ടിലെ വായു തിങ്ങി ഞെരുങ്ങിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മനസ്സിലാക്കണം, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു ഭാഗത്ത് വായുവിന്റെ അളവ് കുറയാനിടയായാൽ ആ ഭാഗത്തേക്ക് മറ്റു ഭാഗത്തു നിന്നും വായു തള്ളിക്കയറുന്നു. അത് മനസ്സിലാക്കി വെക്കണം. എന്താണ്? ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു ഭാഗത്ത് വായുവിന്റെ അളവ് കുറയാനിടയായാൽ ആ ഭാഗത്തേക്ക് മറ്റു ഭാഗത്തു നിന്നും വായു തള്ളിക്കയറുന്നു. ഈ തള്ളലാണ് സിറിഞ്ചിന്റെ പിസ്റ്റൺ ഉള്ളിലേക്ക് ചലിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തില്ലേ ഒരു എക്സ്പെരിമെന്റ് പേപ്പർ ഉപയോഗിച്ച്? അപ്പോൾ പേപ്പർ പൊങ്ങാതിരിക്കുന്നതിനും കാരണം ഇതാണ്. ഓക്കെ, അപ്പോൾ വാതകമർദ്ദം എന്താ നോക്കിക്കേ. വാതകമർദ്ദം, വായുവിന് ബലം പ്രയോഗിക്കാൻ കഴിയും. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. എന്താണ്? യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നു. അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിനെ അന്തരീക്ഷ മർദ്ദം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചേക്കുക. നമുക്കിനിയും വായിച്ചു നോക്കാം. എന്താണ്? തുറന്ന ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റൺ പിന്നോട്ട് വലിക്കുമ്പോൾ ബാരലിനകത്തെ വായുവിന്റെ മർദ്ദം കുറയുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഒരു സിറിഞ്ച് എടുത്തായിരുന്നു. സിറിഞ്ചിന്റെ എന്താണ് തുറന്നിരിക്കുന്ന ഭാഗം നമ്മൾ നമ്മുടെ വിരൽ കൊണ്ട് അടച്ചായിരുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ പിസ്റ്റൺ എന്തോ ചെയ്തു? ബാക്കിലേക്ക് വലിച്ചു. ബാക്കിലേക്ക് വലിച്ച ശേഷം നമ്മൾ കൈ വിട്ടപ്പോൾ എന്തോ സംഭവിച്ചു? പിസ്റ്റൺ വീണ്ടും ഉള്ളിലേക്ക് കയറിപ്പോയി അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ബാരലിനകത്തെ വായുവിന്റെ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. മർദ്ദം തുല്യമാകുന്നതിന്റെ ഭാഗമായി പുറത്തുനിന്നുള്ള അന്തരീക്ഷ വായു പിസ്റ്റണിന്മേൽ ബലം പ്രയോഗിക്കുകയും പിസ്റ്റൺ ഉള്ളിലേക്ക് ചലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? മർദ്ദം തുല്യമാകുന്നതിന്റെ ഭാഗമായി പുറത്തുനിന്നുള്ള അന്തരീക്ഷ വായു എന്തോ ചെയ്യും? പിസ്റ്റണിന്റെ മേൽ എന്തോ ചെയ്യുന്നുണ്ട്? ബലം പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിസ്റ്റൺ എന്ത് ചെയ്യുന്നത്? ഉള്ളിലേക്ക് ചലിക്കുന്നത്. അടുത്ത നോക്കിക്കേ, തുറന്ന ഭാഗം അടച്ചു പിടിച്ച് പിസ്റ്റൺ ഉള്ളിലേക്ക് തള്ളുമ്പോൾ അകത്തെ വായു തിങ്ങി ഞെരുങ്ങുന്നു. നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇവിടെ പിസ്റ്റൺ പുറത്തേക്ക് തള്ളി വെച്ചായിരുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ പിസ്റ്റൺ വീണ്ടും അകത്തേക്ക് തെള്ളുന്നതിന്റെ ഭാഗമായി ഇവിടെ വിരലുകൊണ്ട് അടച്ചു പിടിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ വായുവിന് പുറത്തെ വായുവിനേക്കാൾ മർദ്ദം കൂടുതലായിരിക്കും. നമ്മൾ അകത്തേക്ക് ഞെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിനുള്ളിൽ വായു ഉണ്ട്. ആ വായു തിങ്ങി ഞെരുങ്ങുന്നു. ഈ വായുവിന് പുറത്തെ വായുവിനേക്കാൾ മർദ്ദം കൂടുതലായിരിക്കും. ഇവിടെയുള്ള വായുവിന് മർദ്ദം കൂടുതലായിരിക്കും. ആ വായു എല്ലാം തിങ്ങി ഞെരുങ്ങുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അകത്തെ വായുമർദ്ദം പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ അകത്തെ വായുമർദ്ദമാണ് പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളുന്നത് കൊണ്ട് പിസ്റ്റൺ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, കുപ്പിയിലെ ബലൂൺ നോക്കിയേ. ഒരു എക്സ്പെരിമെന്റ് വായിച്ചു നോക്കാം. 1/2 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു സ്ഫടിക കുപ്പിയിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുക. ഒരു ബലൂൺ 2-3 പ്രാവശ്യം വീർപ്പിച്ച് വായു നീക്കം ചെയ്ത് വയ്ക്കണം. കുപ്പിയിലെ ചൂടുവെള്ളം പുറത്തു കളഞ്ഞ് ഉടൻ തന്നെ വായുഭാഗത്ത് ബലൂൺ ഉറപ്പിക്കുക. കുപ്പി തണുക്കാൻ അനുവദിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സ്ഫടിക കുപ്പി എടുക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗ്ലാസ് പോലത്തെ കുപ്പികൾ അതിലെന്താണ് കുറേ നേരം ചൂട് നിൽക്കും അല്ലേ? എന്നിട്ട് നമ്മൾ 1/2 ലിറ്ററോളം എന്ത് ചെയ്യണം? ചൂടുവെള്ളം എടുത്തിട്ട് കുപ്പി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ട് വേഗം എന്ത് ചെയ്യണം? വായുഭാഗത്ത് ഒരു ബലൂണ് വെക്കണം. നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്?
ബലൂണ് വീർത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ബലൂണ് 2-3 പ്രാവശ്യം വീർപ്പിച്ച് വായു നീക്കം ചെയ്തതായിരിക്കണം. അതായത് പെട്ടെന്ന് വീർക്കാൻ പരുവായിരിക്കണം. നമുക്കറിയാം, പുതിയ ബലൂണ് പെട്ടെന്ന് വീർക്കുവോ? വീർക്കത്തില്ല. അത് 2-3 വീർപ്പിച്ച് കഴിയുമ്പോഴല്ലേ അത് നല്ലതായിട്ട് വീർക്കത്തുള്ളൂ. ആദ്യം പ്രയാസമല്ലേ. അപ്പോൾ നല്ലോണം വീർക്കാൻ പരുവുള്ള ബലൂൺ ആയിരിക്കണം. അപ്പോൾ എന്താണ് ഇവിടെ? എന്തുകൊണ്ട്? വായു ഉണ്ട് അല്ലേ? വായു എന്ത് ചെയ്യുകയാണ്? നമുക്ക് വായിച്ചു നോക്കാം. ചൂടുവെള്ളം നീക്കം ചെയ്ത കുപ്പിക്കകത്തെ വായു എങ്ങനെയുള്ളതാണ്? ചൂടുള്ളതാണ് അല്ലേ? ചൂടുവെള്ളം നീക്കം ചെയ്ത കുപ്പിക്കകത്തെ വായു എങ്ങനെയാണ്? ചൂടുള്ള വായുവാണ്. ചൂട് പിടിച്ച വായു വികസിച്ച് നിൽക്കുന്നു. ഇവിടെ ചൂട് പിടിച്ച വായു എന്ത് ചെയ്യുന്നു? വികസിച്ച് നിൽക്കുന്നു. കുപ്പി തണുക്കുമ്പോൾ കുപ്പിക്കകത്തെ വായു എന്ത് ചെയ്യുന്നുണ്ട്? തണുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ചൂടുള്ളപ്പോൾ വായു എന്ത് ചെയ്യുന്നുണ്ട്? വായുവും ചൂടുള്ളതായി മാറുന്നുണ്ട്. അപ്പോൾ വായു വികസിക്കുന്നു. കുപ്പി തണുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വായുവും തണുക്കുന്നു. അപ്പോൾ ഇവിടെ വായു ചുരുങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ബലൂണ് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, പുറത്ത് എന്തോ ഉണ്ട്? പുറത്ത് എന്തോ ഉണ്ട്? വായുവുണ്ട്. അത് ഒരേ മർദ്ദത്തിൽ തന്നെ ആയിരിക്കും അല്ലേ? എന്നാൽ അകത്തുള്ള വായുവിന് മർദ്ദം കൂടുതലായിരിക്കും അല്ലേ? കുപ്പി തണുത്ത് കഴിയുമ്പോൾ മർദ്ദം കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ബലൂൺ കുപ്പിക്കകത്തേക്ക് വീർക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ മർദ്ദം കുറയുന്നു, ഇവിടെ മർദ്ദം ഒരേപോലെ നിൽക്കുകയാണ്. മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് മർദ്ദം പോകുമ്പോൾ ഇവിടെ കുപ്പിക്കകത്ത് ബലൂണ് വീർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നോക്കിക്കേ. ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്നത് ആരാണ്? ടോറിസെല്ലി എന്ന ശാസ്ത്രജ്ഞനാണ്. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്നത് ആരാണ്? ടോറിസെല്ലി. ടോറിസെല്ലിയുടെ ചിത്രമായി കാണിച്ചേക്കുന്നത്. ഇവാഞ്ചലിസ്ത ടോറിസെല്ലി 1608 ഒക്ടോബർ 15 ഇറ്റലിയിൽ ജനിച്ചു. അദ്ദേഹം ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹം ഭൗതിക ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു. 1641 ഗലീലിയോടൊപ്പം പ്രവർത്തിക്കുന്നതിനായി ഫ്ലോറൻസിലേക്ക് പോയി. ഗലീലിയോയുടെ നിർദ്ദേശമനുസരിച്ച് മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിന്റെ തത്വം അദ്ദേഹം ആവിഷ്കരിച്ചു. അന്തരീക്ഷമർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പ് മാറുന്നതെന്നും അദ്ദേഹം കണ്ടെത്തി. ഇതനുസരിച്ച് 1644 അദ്ദേഹം ബാരോമീറ്റർ നിർമ്മിച്ചു. എന്നാണ് 1644. മെർക്കുറി ബാരോമീറ്ററിന്റെ ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത്. വാതകമർദ്ദം നിത്യജീവിതത്തിൽ. നോക്കിക്കേ, ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. എന്താണ്? ഉയർന്ന നിരപ്പിലുള്ള ഒരു പാത്രത്തിൽ നിന്ന് ദ്രാവകം മറ്റൊന്നിലേക്ക് മാറ്റേണ്ട സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾക്കായിട്ട് നമ്മൾ കുഴലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഉപയോഗിച്ച് ബക്കറ്റിലെ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ട്യൂബിന്റെ ഒരറ്റം ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തി സ്വതന്ത്രമായ മറ്റേ അറ്റം ഒരു ചെറിയ പാത്രത്തിൽ വെക്കുക. അപ്പോൾ വെള്ളം വീഴുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വെള്ളം വീഴത്തില്ല അല്ലേ? അപ്പോൾ കുഴലിന്റെ അഗ്രത്തിൽ വായമർത്തി ഉള്ളിലെ വായു വലിച്ച ശേഷം അത് ചെറിയ പാത്രത്തിലേക്ക് വെക്കുമ്പോൾ വെള്ളം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് വെള്ളം നമുക്ക് ഇങ്ങനെ മാറ്റാൻ സാധിക്കും. എന്നാൽ മണ്ണെണ്ണ ഇതേപോലെ മാറ്റാൻ സാധിക്കുമോ? അപ്പോൾ അതിനൊരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. നോക്കിക്കേ, സൈഫൺ നിർമ്മാണം. ഇവിടെ സാമഗ്രികളും അതുപോലെ തന്നെ നിർമ്മാണ രീതിയും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് ലഭിക്കും. നമുക്ക് പ്രവർത്തന രീതി നോക്കാം. നീളം കൂടിയ പൈപ്പിന്റെ അഗ്രം അല്പം ഉയരത്തിൽ വെച്ച ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തി വെക്കുക. ഈ ഭാഗം എന്ത് ചെയ്യണം? ഉയരത്തിൽ വെച്ചിട്ടുള്ള ബക്കറ്റിൽ താഴ്ത്തി വെക്കണം. നീളം കുറഞ്ഞ പൈപ്പ് മറ്റൊരു പാത്രത്തിൽ വെച്ച് പ്ലാസ്റ്റിക് കുപ്പിയിൽ 2-3 തവണ പതുക്കെ അമർത്തി വിടും. അപ്പോൾ നീളം കുറഞ്ഞ ഭാഗം നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട്, ചെറിയൊരു പാത്രത്തിൽ വെക്കണം. എന്നിട്ട് എന്തോ ചെയ്യണം? എന്നിട്ട് പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യണം. ബക്കറ്റിലെ വെള്ളം ചെറിയ പാത്രത്തിലേക്ക് പ്രവഹിക്കും. എന്തുകൊണ്ടാണ്? കുപ്പിയിൽ അമർത്തുമ്പോൾ കുപ്പിക്കകത്തെ വായു കുറച്ച് ഭാഗം പുറത്തേക്ക് പോകുന്നു.
അമർത്തി വിടുമ്പോൾ കുപ്പിക്കകത്തെ വായുമർദ്ദം എന്തോ ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ബക്കറ്റിലെ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം കൊണ്ട് കുഴലിലൂടെ ജലം തള്ളിക്കയറുന്നു. തുടർച്ചയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ. ഇതുപോലെ അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റു ഉപകരണങ്ങളുണ്ട്. അതിനുദാഹരണമാണ് സിറിഞ്ച്, സ്ട്രോ, ഡ്രോപ്പർ എന്നിവ. അപ്പോൾ ഇവിടെ സിറിഞ്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുകയാണ്? പിസ്റ്റൺ മുകളിലേക്ക് വലിക്കും അല്ലേ? എങ്ങനെയാണ്? മരുന്നിലേക്കോ കുത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അത് ബാക്കിലേക്ക് വലിക്കും. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? സിറിഞ്ചിനുള്ളിൽ വായുമർദ്ദം കുറയുകയാണ്. അത് വോളിയം വർദ്ധിപ്പിക്കുന്നുണ്ട്. അന്തരീക്ഷ മർദ്ദത്തെ അപേക്ഷിച്ച് എന്താണ്? അവിടെ മർദ്ദം കുറവായിരിക്കും. സിറിഞ്ചിന് പുറത്തുള്ള സമ്മർദ്ദം അതിനേക്കാളും കൂടുതലായിരിക്കും. അതിനാൽ ദ്രാവകം സിറിഞ്ചിനുള്ളിലേക്ക് തള്ളിവിടുന്നു. അത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മരുന്നായാലും ബ്ലഡ് ആയാലും ഇതിലേക്ക് കയറുന്നത്. ഓക്കെ. സ്ട്രോയിൽ എങ്ങനെയാണ്? നമ്മൾ ലിക്വിഡിലേക്ക് സ്ട്രോ വെച്ചിട്ട് വലിച്ചെടുക്കുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു വാക്വം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് നമുക്കറിയാം ചുറ്റിനും എന്തോ ഉണ്ട്? ചുറ്റിനും വായുവുണ്ട്. അവിടെ അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കും. എന്നാൽ സ്ട്രോയ്ക്കുള്ളിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അങ്ങനെയാണ് ലിക്വിഡ് അതിലേക്ക് കയറുന്നത്. ഡ്രോപ്പറിനുള്ളിൽ എങ്ങനെയാണ്? ഡ്രോപ്പറിനുള്ളിൽ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ അതിൽ അമർത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതിനുള്ളിലുള്ള വായു പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നത്? അകത്തേക്ക് മരുന്നോ എന്താണോ നമ്മൾ അതിൽ ആക്കാൻ ശ്രമിക്കുന്നത് അത് കയറുന്നത്. ഓക്കെ, നോക്കിക്കേ. ഒരു സ്ഫടിക ഗ്ലാസ്സിൽ വെള്ളം നിറച്ച ശേഷം തുറന്ന ഭാഗം പേപ്പർ കാർഡ് കഷ്ണം കൊണ്ട് അടച്ച് കമിഴ്ത്തി പിടിക്കൂ. വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടോ? വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. നമുക്കറിയാം ചുറ്റിനും എന്തോ ഉണ്ട്? അന്തരീക്ഷമർദ്ദം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ അന്തരീക്ഷമർദ്ദം കാരണം പേപ്പർ എങ്ങനെയാണ്? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിൽക്കും. വെള്ളവും താഴെ പോകത്തില്ല, പേപ്പറും താഴെ പോകത്തില്ല. ആ സമയത്ത് നമ്മൾ ഇതൊന്ന് ചരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ വെള്ളവും താഴെ പോകും, പേപ്പറും താഴെ പോകും. അതുപോലെ തന്നെ കാറിന്റെ ഗ്ലാസ്സിലും മറ്റും ഒട്ടിക്കുന്ന വാക്വം ഹുക്ക് ഒരു കണ്ണാടിയിൽ ഒട്ടിച്ച് പിന്നോട്ട് വലിച്ചു നോക്കൂ. നമ്മൾ ഇത് ഒരുപാടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഡ്രസ്സ് തൂക്കിയിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇത് വരാനായിട്ട് ഇത്തിരി പ്രയാസമായിരിക്കും. എന്തുകൊണ്ടാണ്? അതിലേക്ക് അന്തരീക്ഷമർദ്ദം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കിക്കേ. അടുക്കുമോ അകലുമോ? ഒരുപോലെയുള്ള രണ്ട് പ്ലാസ്റ്റിക് ബോളുകൾ ചിത്രത്തിലേതുപോലെ ചരടിൽ തൂക്കിയിടും. ബോളുകൾക്കിടയിലൂടെ ഊതിയാൽ എന്താണ് സംഭവിക്കുന്നത്? നോക്കിക്കേ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്യണം. നമ്മൾ എന്നിട്ട് ഇങ്ങോട്ട് ഊതണം. എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം ചുറ്റിനും എന്തോ ഉണ്ട്? ചുറ്റിനും വായു ഉണ്ടല്ലേ? ചുറ്റിനും വായു ഉണ്ട്. ഇവിടെ അന്തരീക്ഷ മർദ്ദവും ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബോളുകൾക്കിടയിൽ ഊതുമ്പോൾ ബോളുകൾക്കിടയിലെ വായു വേഗത്തിൽ ചലിക്കുന്നു. ഇതിന്റെ ഫലമായി ബോളുകൾക്കിടയിലെ വായുവിന് മർദ്ദം കുറയുന്നു. നമ്മൾ ഇങ്ങോട്ട് ഊതുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ വായു ചലിക്കുന്നുണ്ട്. അവിടുത്തെ വായുവിന്റെ മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ചുറ്റുമുള്ള വായുവിന് താരതമ്യേന മർദ്ദം കൂടുതലായതിനാൽ ബോളുകളെ തള്ളി അടുപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടോട്ട് ഊതുമ്പോൾ ഇവിടുത്തെ വായു അങ്ങ് മാറും അല്ലേ? മാറുമ്പോൾ അവിടെ മർദ്ദം കുറയും, വായു ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ചുറ്റിനുമുള്ള വായു എന്ത് ചെയ്യുകയാണ്? മർദ്ദം പ്രയോഗിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഈ ബോളുകൾ തമ്മിൽ അടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കടലാസ് പന്ത് കുപ്പിയിൽ കയറ്റാമോ? നോക്കിക്കേ, എക്സ്പെരിമെന്റാ പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചെറിയ പന്ത് പോലാക്കിയ പേപ്പർ കഷണം വാവട്ടം കുറഞ്ഞ ഒരു കുപ്പിയുടെ ഉള്ളിൽ വായ്ഭാഗത്ത് വയ്ക്കും. കുപ്പിയുടെ വായ്ഭാഗത്തിന്റെ ഒരു വശത്തുകൂടി ചിത്രത്തിൽ കാണിച്ചതുപോലെ ശക്തിയായി ഊതും. എന്താ സംഭവിക്കുന്നത്? നോക്കിക്കേ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ചെയ്യണം. അപ്പം എന്ത് സംഭവിക്കും? പേപ്പർ ബോള് കുപ്പിക്കുള്ളിൽ കയറാതെ എന്ത് ചെയ്യും? അത് പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. നമ്മൾ എന്താ ചെയ്തത്? ശക്തിയായിട്ട് ഊതുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വായു വേഗത്തിൽ ചലിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? കുപ്പിയുടെ വായുടെ പുറത്തുള്ള മർദ്ദം കുറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പേപ്പർ പന്ത് വെളിയിലേക്ക് പോകുന്നു. അടുത്ത് നോക്കിക്കേ, കടലാസ് ഊതി ഉയർത്താം. 20 സെന്റിമീറ്റർ നീളവും
3 സെന്റിമീറ്റർ വീതിയുമുള്ള പേപ്പർ കഷ്ണം മുറിച്ചെടുക്കൂ. ഈ പേപ്പർ കഷ്ണം കീഴ്ചുണ്ടോട് ചേർത്ത് പിടിച്ച് പേപ്പറിന്മേൽ ഊതൂ. എന്താ സംഭവിക്കുന്നത്? അവിടെ കടലാസ് നമുക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മുകൾ ഭാഗത്തെ മർദ്ദം എങ്ങനെയാണ്? കുറവായിരിക്കും അല്ലേ? മുകൾ ഭാഗത്തെ മർദ്ദം കുറയുന്നതിനാൽ പേപ്പർ മുകളിലേക്ക് ഉയർന്ന് ഇങ്ങനെ പോകുന്നത് കാണാം. ഓക്കെ. ഫണലിലെ പന്ത്. ഒരു പ്ലാസ്റ്റിക് പൈപ്പ്, ഫണൽ എന്നിവ ചിത്രത്തിലേതുപോലെ ക്രമീകരിച്ച് ഫണലിൽ ചെറിയ പ്ലാസ്റ്റിക് ബോൾ വയ്ക്കും. പ്ലാസ്റ്റിക് പൈപ്പിലൂടെ ഊതി ബോളിനെ പുറത്തേക്ക് തെറിപ്പിക്കാമോ? ഊതിക്കൊണ്ട് തന്നെ ഫണൽ കമഴ്ത്തിപ്പിടിക്കും. പ്ലാസ്റ്റിക് ബോൾ താഴെ വീഴുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കമത്തി പിടിച്ചാലും എത്ര ഊതിയാലും പ്ലാസ്റ്റിക് ബോള് താഴെ പോകത്തില്ല. എന്തുകൊണ്ടാണ്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ ഫണലിനുള്ളിലെ മർദ്ദം കുറയുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് പന്ത് ഫണലിനുള്ളിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് താഴേക്കോ അല്ലെങ്കിൽ തെറിച്ചോ പോകത്തില്ല. അടുത്ത നോക്കിക്കേ, ജ്വാല അണയ്ക്കാമോ? മേശപ്പുറത്ത് മെഴുകുതിരി കത്തിച്ചു വയ്ക്കൂ. മെഴുകുതിരി ജാല ഒരു ഫണല് കൊണ്ട് ഊതി നോക്കൂ. എന്തുകൊണ്ടാണ്? ഫണല് കൊണ്ട് വേണം ഊതാൻ. ജാല അണയുന്നുണ്ടോ? അപ്പോ എന്താ സംഭവിക്കുന്നത്? ജാല അണയത്തില്ല. എന്തുകൊണ്ടാണ്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനാൽ ആ ഭാഗത്തേക്ക് ജ്വാല അടുക്കുന്നു. അപ്പോൾ ജ്വാല ഇങ്ങോട്ട് അടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ കണ്ട എക്സ്പെരിമെന്റിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ തത്വം വിശദീകരിച്ചത് ആരാണ്? ബർണോളി എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനാൽ ഇത് ബർണോളിയുടെ തത്വം എന്ന് അറിയപ്പെടുന്നു. ബർണോളിയുടെ ചിത്രം ഇവിടെ കാണിച്ചേക്കുന്നത് എന്താണ്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ തത്വം വിശദീകരിച്ചത് ആരാണ്? ബർണോളിയാണ്. ഓക്കെ, അതുകൊണ്ട് ബർണോളിയുടെ തത്വം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിമാനം പറന്ന് ഉയരുന്നത്, കാറുകളുടെ എയറോഡൈനാമിക് ഘടന എന്നിവയിൽ ഈ തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത നോക്കിക്കേ, ദ്രാവക മർദ്ദം. നമ്മളിവിടെ എന്താ നോക്കാൻ പോകുന്നത്? വായുവിനെ പോലെ ദ്രാവകങ്ങൾക്കും മർദ്ദം പ്രയോഗിക്കാൻ കഴിയുമോ എന്നൊരു എക്സ്പെരിമെന്റ് നോക്കുക. എന്താ പറയുന്നത്? കയ്യിലൊരു പോളിത്തീൻ സഞ്ചി മുറുക്കി കെട്ടിയ ശേഷം ബക്കറ്റിലെ വെള്ളത്തിൽ കൈ താഴ്ത്തൂ. എന്താ സംഭവിക്കുന്നത്? പോളിത്തീൻ സഞ്ചി കയ്യിൽ ഒട്ടിപ്പിടിക്കും അല്ലേ? അപ്പോൾ സഞ്ചി അമർത്തുന്നത് ഏത് ബലമാണ്? അവിടെ പോളിത്തീൻ സഞ്ചി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ജലം പോളിത്തീൻ സഞ്ചിയുടെ എല്ലാ ഭാഗത്തും മർദ്ദം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് അല്ലേ? അടുത്ത് നോക്കിക്കേ, നിറയുന്ന ബലൂൺ. ഇവിടെ എന്താണ് സാമഗ്രികൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ സജ്ജീകരിക്കണം. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബലൂണ് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതുവഴി വെള്ളം ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബലൂൺ ഇങ്ങനെ വീർത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് എക്സ്പെരിമെന്റിലും എന്താ നമുക്ക് മനസ്സിലാവുന്നത്? പോളിത്തീൻ സഞ്ചി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ജലം പോളിത്തീൻ സഞ്ചിയുടെ എല്ലാ ഭാഗത്തും മർദ്ദം പ്രയോഗിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ PVC പൈപ്പിൽ ഘടിപ്പിച്ച ബലൂൺ വീർക്കുന്നതിന് കാരണം എന്താണ്? ജലം പ്രയോഗിക്കുന്ന മർദ്ദമാണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, മർദ്ദം എല്ലായിടത്തും. ഇവിടെ ദ്രാവകങ്ങൾ എല്ലാ ഭാഗത്തേക്കും മർദ്ദം പ്രയോഗിക്കുമെന്നാണ് നോക്കുന്നത്. അതിനെന്ത് ചെയ്യണം? ബലൂൺ വീർപ്പിച്ചതിന് ശേഷം പല ഭാഗങ്ങളിലായി സെല്ലോ ടേപ്പ് കഷ്ണങ്ങൾ ഒട്ടിക്കുക. സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഭാഗത്ത് ബലൂണിൽ സൂചി ഉപയോഗിച്ച് ചെറിയ ദ്വാരങ്ങളിടൂ. ഈ ബലൂൺ ഉപയോഗിച്ച് നേരത്തെ ചെയ്ത പരീക്ഷണം ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ കാണുന്നത്? ജലം എല്ലാ വശത്തേക്കും ചീറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദ്രാവകങ്ങൾ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. അടുത്ത എക്സ്പെരിമെന്റിൽ എന്താ പറയുന്നത്? ഇവിടെ ഒരു കുപ്പി എടുത്തിട്ട് എന്ത് ചെയ്യണം? 3 സെന്റിമീറ്റർ ഉയരത്തിൽ ചുറ്റിനും എന്ത് ചെയ്യണം? ഒരേ വലുപ്പത്തിലുള്ള 4-5 ചെറിയ ദ്വാരങ്ങൾ ഇടണം. എന്നിട്ട് കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കണം. എന്താ സംഭവിക്കുന്നത്? ദ്വാരങ്ങളിലൂടെ ജലം പുറത്തേക്ക് പോകുന്നത് കാണാം. പുറത്തേക്ക് ഉള്ള ജലപ്രവാഹത്തിന്റെ പ്രത്യേകത എന്താണ്? 3 അല്ലെങ്കിൽ 4 സുഷിരത്തിലൂടെയും ഒരേപോലെ ആയിരിക്കും വെള്ളം പോകുന്നത് അല്ലേ? അപ്പോൾ ഈ പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ? ദ്രാവകങ്ങൾ എല്ലാ ദിശയിലേക്കും മർദ്ദം പ്രയോഗിക്കുന്നുവെന്ന് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് എന്താ? ആഴവും മർദ്ദവും. അപ്പോൾ
ഇവിടുത്തെ എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ദ്രാവകങ്ങൾ എല്ലാ ഭാഗത്തേക്കും മർദ്ദം പ്രയോഗിക്കുന്നു എന്ന് നമ്മൾ ഇപ്പോൾ കണ്ട എക്സ്പെരിമെന്റിൽ മനസ്സിലാക്കി. ഇനിയും എന്താ നോക്കുന്നത്? ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും മർദ്ദം ഒരുപോലെയാണോ അനുഭവപ്പെടുന്നതെന്ന് നോക്കുന്നത്. എന്താണ്? ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും മർദ്ദം ഒരുപോലെയാണോ അനുഭവപ്പെടുന്നതെന്ന്. അതിന് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഒരു നീളമുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അടിവശത്ത് നിന്ന് മുകളിലേക്ക് തുല്യ അകലത്തിൽ 3 സുഷിരങ്ങൾ ഇടണം. എന്നിട്ട് എന്ത് ചെയ്യണം? സുഷിരം അടച്ചു പിടിച്ച് വെള്ളം ഒഴിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? പുറത്തേക്ക് ചുറ്റുന്ന ജലത്തിന്റെ പ്രവാഹം നിരീക്ഷിക്കണം. എന്താ കാണാൻ സാധിക്കുന്നത്? ഇവിടെ ഏറ്റവും അടിയിലെ സുഷിരത്തിൽ നിന്ന് നല്ല ശക്തിയായിട്ട് വെള്ളം പോകുന്നത് കാണാം. അതിനുശേഷം രണ്ടാമത്തേതിൽ നിന്ന് വളരെ കുറച്ചായിട്ട്, മൂന്നാമത്തേതിൽ നിന്ന് അതിലും കുറച്ചായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നുണ്ട്. എന്താണ്? ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദവും കൂടുന്നുവെന്ന് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നോക്കിക്കേ. ഉയരുന്ന വായു കുമിള. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുക. എന്തുവാ പറഞ്ഞേക്കുന്നത്? ഒരു പാത്രത്തിൽ നിറയെ വെള്ളമെടുക്കുക. വണ്ണം കുറഞ്ഞ പ്ലാസ്റ്റിക് ട്യൂബിന്റെ ഒരറ്റം പാത്രത്തിന്റെ അടിവശത്ത് വെക്കുക. മറുവശത്തു കൂടി സാവധാനം ഊതുക. പാത്രത്തിന്റെ അടിവശത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന വായു കുമിളയ്ക്ക് വലിപ്പ വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ? കണ്ടോ? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്കറിയാം എന്താണ്? താഴ്ഭാഗത്ത് എന്താണ്? താഴ്ഭാഗത്ത് മർദ്ദം കൂടുതലാണല്ലേ. അതുകൊണ്ട് വായു കുമിളയ്ക്ക് വലിപ്പ വ്യത്യാസം കുറവാണ്. മുകളിലേക്ക് വരുംതോറും വലിപ്പ വ്യത്യാസം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ ദ്രാവകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ എന്താണ്? മർദ്ദം കൂടുതലാണ്. നമുക്കറിയാം മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? ആഴം കൂടുന്തോറും മർദ്ദം കൂടുന്നുണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നതിന്റെ കാരണം എന്താണ്? അടിത്തട്ടില് മർദ്ദം കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ, നോക്കിക്കേ. മർദ്ദമാപിനി. ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. എന്താ? ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. അപ്പൊ ഇവിടെ മർദ്ദമാപിനി നിർമ്മിക്കുന്ന ഒരു പ്രവർത്തനമാണ് പറഞ്ഞേക്കുന്നേ. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അത് ഉപയോഗിച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജല ഉപരിതലത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? മർദ്ദം കുറവായിരിക്കും അല്ലേ. ബക്കറ്റിലെ വെള്ളത്തിന്റെ മധ്യഭാഗത്താണെങ്കിലോ കുറവുമല്ല എന്നാൽ കൂടുതലും അല്ല, അതിൻ്റെ ഒരു ഇടയ്ക്ക് നിൽക്കും. പിന്നെ ബക്കറ്റിലെ വെള്ളത്തിന്റെ അടിത്തട്ടിലാണെങ്കിലോ നമുക്കറിയാം അടിത്തട്ടിലാണെങ്കിൽ എങ്ങനെയാണ്? മർദ്ദം കൂടുതലായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ചാപ്റ്റർ ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, ശരി.